ശ്രീപത്മനാഭൻ, ഇവിടെ ഈ ഒരു പുതിയ സാഹചര്യം, അതായത് ഡൽഹി തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾ പരസ്പരം കുറ്റപ്പെടുത്തുന്നത്, ഏറ്റവും ഒടുവിൽ മമതാ ബാനർജിയുടെ വാക്കുകളൊക്കെ BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം പകരുന്നതാണ്. ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് BJP. പക്ഷേ ഇത്തവണ കാര്യങ്ങളൊന്ന് മാറ്റി പിടിച്ചു. ഡൽഹിയിൽ BJP പഴയതുപോലെ ഹിന്ദുത്വ കാര്യമായി പ്രചരിപ്പിച്ചില്ല. യോഗി ആദിത്യനാഥ് മാത്രമാണ് ഇടയ്ക്കൊന്ന് വന്ന് അത് പറഞ്ഞു പോയത്. നേരത്തെ ഞങ്ങളില്ല എന്ന് പറഞ്ഞ സൗജന്യ വാഗ്ദാനങ്ങളുടെ പെരുമഴ, അരവിന്ദ് കെജ്രിവാൾ നൽകിയ വാഗ്ദാനങ്ങളൊക്കെ അതേപോലെ തുടരുമെന്ന് BJP പറയുന്നു. അങ്ങനെ ചില കാര്യങ്ങളൊന്ന് മാറ്റിപ്പിടിച്ചു ഈ വിജയത്തിന്. അല്ല, ഈ നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് സാമ്പത്തിക ആനുകൂല്യം കൊടുക്കുന്നത് ആദ്യമായി ആരംഭിച്ചത് മധ്യപ്രദേശിലാണ്. ശിവരാജ് സിംഗ് ചൗഹാന്റെ നേതൃത്വത്തിലുള്ള BJP ഗവൺമെന്റ് ആണ് രാജലക്ഷ്മി സ്കീം ആദ്യമായി മധ്യപ്രദേശിൽ ആരംഭിച്ചത്. അവിടെയാണ് ലാഡ്ല ലഡ്കി യോജന അവിടെ ആരംഭിച്ചത്. അപ്പൊ അതിന് ശേഷമാണ് അത്തരത്തിലുള്ള പദ്ധതികൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ ആരംഭിച്ചത്. അപ്പൊ ഇതൊക്കെ സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം കൊടുക്കുന്നതൊക്കെ BJP ആരംഭിച്ച പദ്ധതികളാണ്. പിന്നെ BJP ആണ് ഇന്ത്യ മുഴുവൻ കഴിഞ്ഞ 5 വർഷത്തോളമായി സൗജന്യ റേഷൻ BPLകാർക്ക് കൊടുക്കുന്നത്. BJP ആണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ കഴിഞ്ഞ ഏതാണ്ട് 5 വർഷത്തിലധികമായി രാജ്യത്തെ 50 കോടി ആളുകൾക്ക് സൗജന്യ ചികിത്സ കൊടുക്കുന്നത്. BJP ഗവൺമെന്റ് ആണ് പാചകവാതകം BPL കുടുംബങ്ങൾക്ക് സൗജന്യ കണക്ഷൻ കൊടുത്തത്. അപ്പൊ ഇതൊന്നും BJP ആദ്യമായി ചെയ്യുന്നൊന്നല്ല. പക്ഷെ ഇതിനൊരു കൗതുകരമായ കാര്യം എന്താന്ന് വെച്ചാൽ, ഈ BJPയെ എതിർക്കാൻ അല്ലെങ്കിൽ BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഈ മുന്നണികൾക്ക് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇവർക്ക് ഒരു രാഷ്ട്രീയ സത്യസന്ധതയില്ല. അപ്പൊ BJPയെ തോൽപ്പിക്കാൻ അവർ ഒത്തുചേരുന്നതിനും ഞങ്ങൾ എതിരല്ല. പക്ഷെ പൊളിറ്റിക്കൽ ആയ ഒരു സത്യസന്ധത, ഹോണസ്റ്റി വേണം. ഇപ്പൊ നിങ്ങൾ നോക്കൂ, ഞാൻ ആം ആദ്മി പാർട്ടിയുടെ ചരിത്രം പറയാം. 2012 കാലഘട്ടത്തിൽ ഡൽഹി നഗരത്തിൽ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു. 2 കാരണമാണ്. ഒന്ന്, ഇന്ത്യ അഗൈൻസ്റ്റ് കറപ്ഷൻ, അണ്ണാ ഹസാറേന്റെ നേതൃത്വത്തിൽ. 2, അവിടെ നിർഭയ സംഭവം ഉണ്ടായി. നിർഭയ സംഭവം ഉണ്ടായപ്പോൾ യുവജനങ്ങളും വിദ്യാർത്ഥികളും ഒക്കെ തെരുവിലിറങ്ങി. ഒരു രാഷ്ട്രീയമായിട്ടല്ല അത് ചെയ്തത്, നോൺ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ചില പ്രൊട്ടസ്റ്റുകളായിരുന്നു, രാഷ്ട്രീയമില്ലാത്ത സമര പരിപാടികളായിരുന്നു. അതിനുള്ളിൽ അണ്ണാ ഹസാരെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് തോളോട് തോള് ചേർന്ന് അരവിന്ദ് കെജ്രിവാൾ ഉണ്ടായിരുന്നു. അരവിന്ദ് കെജ്രിവാളും കൂട്ടരും ഈ ഉയർന്നു വന്ന വിദ്യാർത്ഥി, യുവജന, ബഹുജന പ്രക്ഷോഭങ്ങളെ, അഴിമതിക്കും സ്ത്രീ സുരക്ഷയ്ക്കൊക്കെ വേണ്ടിയുള്ള ഈ പ്രക്ഷോഭങ്ങളെ തങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ ലോഞ്ചിങ് പാഡാക്കി. അവര് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞ് അതിന്റെ നേതൃത്വത്തിലേക്ക് വന്ന് പതുക്കെ അതിൽ നിന്നുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി. എന്നിട്ട് ഇലക്ഷനിൽ മത്സരിക്കില്ല എന്നൊക്കെ ആദ്യം പറഞ്ഞത്. 2013 ഡൽഹി മുനിസിപ്പൽ ഇലക്ഷനിൽ മത്സരിച്ചില്ല. പക്ഷെ അവര് 2013 നിയമസഭയിൽ മത്സരിച്ചു. അന്ന് അവർക്ക് 27 സീറ്റ് കിട്ടി, BJPക്ക് 31 സീറ്റ് കിട്ടി. ഇലക്ഷൻ കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചത്? ഇവർ കുറ്റം പറഞ്ഞ കോൺഗ്രസ്, ഇവർ നാട്ടിലുള്ള എല്ലാ തെറ്റിനും ഉത്തരവാദി കോൺഗ്രസ് ആണെന്നാ പറഞ്ഞത്. ആ കോൺഗ്രസുമായി അല്ലെങ്കിൽ ആ കോൺഗ്രസിന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ ആദ്യമായി ഡൽഹി മുഖ്യമന്ത്രി ആയത്. ആ സർക്കാർ അധികം നീണ്ടുപോയില്ല. പക്ഷെ ആ കോൺഗ്രസിന്റെ പിന്തുണ തേടി ഒരു നിമിഷം മുഖ്യമന്ത്രി ആവാൻ അങ്ങോട്ട് തയ്യാറായി. അപ്പൊ എന്ത് പൊളിറ്റിക്കൽ ഹോണസ്റ്റിയാണ്, എന്ത് രാഷ്ട്രീയ സത്യസന്ധതയാണുള്ളത്, എന്ത് മൂല്യങ്ങളാണുള്ളത്, എന്ത് മര്യാദയാണുള്ളത്? അപ്പൊ മൂല്യങ്ങൾക്കും മര്യാദകൾക്കും രാഷ്ട്രീയ സത്യസന്ധതയ്ക്കും ഒരു വിലയും കൽപ്പിക്കാത്ത ഒരു സംവിധാനമാണ് ഈ ആം ആദ്മി പാർട്ടി. തുടർന്ന് അങ്ങോട്ട് കുറെ ഫ്രീബികൾ പ്രഖ്യാപിച്ചിട്ട് ഒരു തവണ ഭരണം പിടിച്ചു. ആ ഫ്രീബികൾ കുറെ നടപ്പിലാക്കിയപ്പോൾ 2ാം വട്ടവും പിടിച്ചു. പക്ഷെ 2ാം വട്ടം എന്തൊക്കെ ചെയ്തിരിക്കുന്നത്? 100 കോടിയോളം ചെലവിൽ മുഖ്യമന്ത്രിയുടെ വീട് മോടി പിടിപ്പിച്ചു. അതും രാജ്യത്തെ ജനങ്ങൾ, ഡൽഹിയിലെ ജനങ്ങൾ കോവിഡ് കാരണം കഷ്ടപ്പെടുന്ന കാലഘട്ടത്തിലാണ് ഇത് ചെയ്തത്. ഇന്ന് ആം ആദ്മി പാർട്ടിയിൽ ഇടഞ്ഞു നിൽക്കുന്ന രാജ്യസഭാ അംഗം സ്വാതി മാൽവാളിന്റെ ഇന്റർവ്യൂ ഞാൻ കണ്ടു. അവര് ഡൽഹിയിലെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ പോയിട്ട് ഇതൊക്കെ കണ്ടിട്ട് ചോദിച്ചു, ഇതൊക്കെ എങ്ങനെ പൈസ ചെലവാക്കുന്നത്? അപ്പൊ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്രേ, നമ്മൾ പവർഫുൾ ആണ്, നമ്മൾ വളരെ ശക്തന്മാരാണ് എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. നമ്മൾ നല്ല ജീവിത സാഹചര്യങ്ങളിലൂടെ ജീവിക്കണം, നമ്മൾ ശക്തരാണ് എന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കണം. എന്തിന്? ആരെ കാണിച്ചു കൊടുക്കാൻ?
അപ്പൊ ഇങ്ങനെ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത്. വാഗണാറിലേ പോവുള്ളൂ, 2 ബെഡ്റൂം ഫ്ലാറ്റേ ഉപയോഗിക്കുള്ളൂ, സെക്യൂരിറ്റി വേണ്ട. ഇപ്പോ സെക്യൂരിറ്റിയുടെ ഒരു പട തന്നെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് കാറുകൾ, ഔദ്യോഗിക വസതി എല്ലാം വന്നു. മാത്രവുമല്ല, ഇവിടെ ലാൽകൃഷ്ണ അഡ്വാനി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം ഒരു പ്രതിപക്ഷ നേതാവും ഒരു ലോക്സഭാ അംഗവുമായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിനെതിരെ അഴിമതി ആരോപണം ഉണ്ടാക്കിയത്. അദ്ദേഹം തനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു ഔദ്യോഗിക പദവി എന്ന് പറയുന്നത് ഒരു ലോക്സഭാ അംഗത്വമായിരുന്നു. അത് അങ്ങോട്ട് രാജിവെച്ചു. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങോട്ട് മത്സരിച്ചതുമില്ല. ഈ ആരോപണം തെറ്റാന്ന് തെളിയിക്കുന്നത് വരെ ഞാൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ ജയിലിൽ മുഖ്യമന്ത്രിയായി തുടർന്നു. ഇദ്ദേഹം എല്ലാവരെയും പഠിപ്പിക്കുന്ന ആളല്ലേ. അരുൺ ജെയ്റ്റ്ലി കള്ളനാണെന്ന് പറഞ്ഞു, അരുൺ ജെയ്റ്റ്ലി കേസ് കൊടുത്തു, മാപ്പ് പറഞ്ഞു. നിതിൻ ഗഡ്കരി കള്ളനാണെന്ന് പറഞ്ഞു, നിതിൻ ഗഡ്കരി കേസ് കൊടുത്തു, മാപ്പ് പറഞ്ഞു. അപ്പൊ എല്ലാവരെയും കള്ളൻ എന്ന് വിളിക്കുന്ന, എല്ലാവരെയും അഴിമതിക്കാരെന്ന് വിളിക്കുന്ന, എല്ലാവരെയും അധികാരമോഹി എന്ന് വിളിക്കുന്ന ഈ മനുഷ്യൻ കേസിൽ പ്രതിയായി ജയിലിൽ പോയിട്ട് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചില്ല. അപ്പൊ പറയുന്നതിന് വ്യത്യസ്തമായി പ്രവർത്തിക്കുന്ന, വിപരീതമായി പ്രവർത്തിക്കുന്ന ഒരാളാണെങ്കിൽ ഇവരും കോൺഗ്രസും തമ്മിൽ പരസ്പരം പറയാത്തത് വല്ലതും ബാക്കിയുണ്ടോ? ഈ മദ്യ അഴിമതി പരാതി കൊടുത്തത് കോൺഗ്രസിന്റെ PCC പ്രസിഡന്റ് അനിൽ ചൗധരി അല്ലേ? അത് പബ്ലിക് ഡൊമൈനിലില്ലേ ആ പരാതി? ഡൽഹി പോലീസ് കമ്മീഷണർക്ക് കൊടുത്തത്. ആ കോൺഗ്രസുമായി ഇവര് സഖ്യം ഉണ്ടാക്കി ഈ കഴിഞ്ഞ ലോക്സഭയിൽ. അപ്പോൾ ഇതാണ് ഈ ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളുടെ, ഞാൻ കേരളത്തിലെ CPM-ഉം കോൺഗ്രസും തമ്മിൽ പരസ്പരം വിളിച്ചു പറയുന്നൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എന്നിട്ട് അവർ ബംഗാളിലും സഖ്യത്തിലാണ്, ത്രിപുരയിലും സഖ്യത്തിലാണ്, തമിഴ്നാട്ടിലും സഖ്യത്തിലാണ്. രാജസ്ഥാനിൽ CPM-ന് 4ാമത്തെ ലോക്സഭാ സീറ്റ് വാങ്ങിക്കൊടുത്ത് CPM-ന്റെ ദേശീയ പാർട്ടി എന്നുള്ള പദവി നിലനിർത്തി കൊടുത്തത് കോൺഗ്രസ്സാണ്. അപ്പോ പരസ്പരം ഇവർ വിളിക്കുന്ന ചീത്ത എന്താ? എന്നിട്ട് കേരളത്തിൽ BJP CPM തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് എന്നും പറയും. അപ്പോ ഇതാണ്, മൂല്യങ്ങളില്ല, സത്യസന്ധതയില്ല, പറയുന്നതല്ല ചെയ്യുക. ഇതൊരു ഭാഗത്ത്. മറുഭാഗത്ത് അഴിമതി ഇല്ലാത്ത ഭരണം, രാജ്യസുരക്ഷയ്ക്ക് പ്രാധാന്യം, ദേശീയ സുരക്ഷയ്ക്ക് പ്രാധാന്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി പദ്ധതികൾ, ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ക്ഷേമ പദ്ധതികളിലൂടെയും വികസന പ്രവർത്തനങ്ങളിലൂടെയും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നു. രാജ്യം മുഴുവൻ അടിസ്ഥാന സൗകര്യ വികസനം നടത്തുന്നു. ഇങ്ങനെ ഒട്ടനവധി നല്ല കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്ന നരേന്ദ്രമോദി സർക്കാർ. ഇപ്പൊ ഞങ്ങൾ ഏതാണ്ട് എല്ലാ സംസ്ഥാനത്തും ഞങ്ങൾ ഭരണത്തിൽ തിരിച്ചു വന്നല്ലോ, 2 ഒഴികെ, ഹിമാചൽ പ്രദേശും കർണാടകയും ഒഴികെ. ബാക്കി ഞങ്ങൾ ഭരിക്കുന്ന ഇപ്പൊ 15 മുഖ്യമന്ത്രിമാരുണ്ട്. അതിൽ ബാക്കി 13 സ്ഥലത്തും ഞങ്ങൾ തിരിച്ചു വന്നതാണല്ലോ. ആകെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഈ കർണാടകയും ഹിമാചൽ പ്രദേശും മാത്രമാണല്ലോ. അപ്പൊ തുടർ ഭരണം എന്ന് പറയുന്നത് BJP-യെ സംബന്ധിച്ചിടത്തൊരു സ്വഭാവമായി മാറിയിരിക്കുകയാണ്. കേന്ദ്രത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം 3ാമത്തെ തവണ. അപ്പൊ ഇതൊക്കെ രാജ്യത്തെ ജനങ്ങൾക്ക് അറിയാം, ആരാണ് ശരി, ആരാണ് തെറ്റ് എന്ന്. അപ്പൊ ഇത്തരത്തിലൊന്നും BJP-യെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. അതാണ് BJP-യുടെ ആത്മവിശ്വാസം. പ്രശാന്ത്, ഈ പറഞ്ഞ ആത്മവിശ്വാസത്തിൽ